ഹലോ ഗായ്സ്, എൻ്റെ പേര് യൂതോ. അപ്പോൾ നമ്മളെ ലെക്സ് പ്ലേ സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഓക്കെ, നിങ്ങളെൻ്റെ ചുറ്റും കണ്ടോ ഇരിക്കുന്ന ഇരിപ്പ്? അതായത് നമ്മളൊരു അയൺ ഫാം ഉണ്ടാക്കി. അപ്പം ഞാൻ 3 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് 3 ദിവസം. കാരണം കുറച്ച് സാങ്കേതിക പ്രശ്നം കാരണമാണ് ഞാൻ 3 ദിവസം കറക്റ്റ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ എനിക്കത് എന്താ അറിയില്ല, അതെൻ്റെ കയ്യിൽ നിന്ന് പോയി, അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ. അയൺ ഫാം ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഒരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കി, ഒന്നും നിങ്ങളെ കാണിക്കാൻ സാധിച്ചില്ല. പിന്നെ എനിക്കൊരു വീട് വരെ ഞാൻ ഉണ്ടാക്കി ഇവിടെ. അതായത് നമ്മൾ ആദ്യത്തെ വീട് ഈ ഒരു മലയുടെ ഉള്ളിലായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഫുള്ള് ബേസ് മാറ്റിയതാ ഇവിടെ ഇതേപോലത്തെ അത്യാവശ്യം നല്ലൊരു വീട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ വീട്. ഇത് സെറ്റല്ലേ? നിങ്ങൾ തന്നെ അഭിപ്രായം പറ. നോക്കിയോ, ഉള്ളിൽ കയറിയാൽ ഇവിടെ ഇതേപോലത്തെ ഒരു ഇൻറ്റീരിയറിൽ വർക്കൊക്കെ നമ്മൾ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാൽക്കണിയാണ്. ബാൽക്കണി എന്ന് പറയുമ്പോൾ 2 സൈഡിലുണ്ട്. ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ ഷുഗർ കെയിൻ ജസ്റ്റ് ഒന്ന് ഫാം ചെയ്തതാണ്, അത് അവിടെ ആക്കട്ടെ. പിന്നെ നമ്മളിതിൻ്റെ അടിയിലോട്ട് ഇറങ്ങിയാൽ നമ്മളെ സ്റ്റോറേജാണ് ഇവിടെ ഉള്ളത്. ഞാനിവിടെ ആൻവിലൊക്കെ ഉണ്ടാക്കി ഐറ്റംസൊക്കെ ഇവിടെ കറക്റ്റായിട്ട് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അയണൊക്കെ ഇതിനകത്തിരിക്കട്ടെ. അപ്പം നമ്മൾ അവിടെ ടൂൾസ് കാര്യങ്ങളൊക്കെ ഫുള്ള് കംപ്ലീറ്റ് അയൺ ആർമറാക്കി. പിന്നെ എൻ്റെ ആർമർ കണ്ടു തിളങ്ങുന്നത്. ഞാനിവിടെ പ്രൊജക്ടൈൽ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്തു. കാരണം ഞാൻ കുറച്ച് നേരം ചൂണ്ടയിട്ടു, അപ്പോൾ എനിക്ക് കിട്ടിയതാണ്. നമ്മളിനി ഏറ്റവും ടോപ്പിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണുന്ന എൻ്റെ ബെഡ്റൂമാണ്. ബെഡ് എൻ്റെ കയ്യിലാണുള്ളത്, ഞാൻ എടുത്തതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ നല്ല വ്യൂ ഒക്കെ കാണാം മുകളിലോട്ട്. നമുക്ക് നമ്മുടെ അയൺ ഫാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഗൈസ്. കണ്ടോ, ഞാനിവിടെ ആദ്യം ഈ വില്ലേജിൻ്റെ തൊട്ടടുത്ത് അയൺ ഫാം ഉണ്ടാക്കി. ബട്ട് അത് ബ്രേക്കായി അയൺകളൊക്കെ സ്പോണാവുന്ന അപ്പുറത്ത് പുറകിൽ വില്ലേജിലാണ്. ഞാനിങ്ങനെ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ഇവിടെ നല്ലൊരു അയൺ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോളൂ, അതെൻ്റെ AFK സ്പോട്ടാണ്. ഞാനവിടെ കുറേ നേരം AFK നിന്നപ്പോഴാണ് ഇത്ര കിട്ടിയത്. നന്നായിട്ട് തന്നെ വർക്കിംഗ് ആവുന്നുണ്ട്. ഇതാണ് എൻ്റെ അയൺ ഫാം. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങളിത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒന്നും വന്നില്ല, കാരണം ഞാൻ അയണെല്ലാം എടുത്തു. ഇവിടെ കുറച്ച് നേരം AFK എന്നാൽ മതി. അതാണ്ട് വന്ന് സ്പോണായി. കണ്ടോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ അയൺ ഫാം. ഇവിടെ കുറച്ച് സ്ലാബൊക്കെ വെക്കണം. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്കിപ്പോൾ ഇതിന് എൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റായിട്ട് സ്പോണൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഞാൻ ചൂണ്ടയിട്ടപ്പോൾ എനിക്ക് ഈ ഒരു എൻചാൻറ്റിങ് ബുക്ക് കിട്ടി. നമുക്ക് ഇനിയും ഈ ചൂണ്ടയിട്ട് നോക്കിയാലോ? നമുക്കൊരു അരമണിക്കൂർ വേണ്ട, നമുക്കൊരു 10 മിനിറ്റ് ഇവിടെ ചൂണ്ട ഇട്ടിട്ട് എത്ര ലൂട്ട് കിട്ടും നോക്കിയാലോ ഗൈസ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്തെങ്കിലും നല്ലൊരു അടിപൊളിയായിട്ടൊരു ഫാം ഉണ്ടാക്കാം. അപ്പം ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് സമയമില്ല, അതാണ് കാരണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ചൂണ്ട ഇട്ടിട്ട് കാണാം. ഓക്കെ, ഞാനങ്ങനെ ഏകദേശം ഒരു 7 മിനിറ്റ് നിന്നപ്പോഴത്തേക്ക് എനിക്ക് ഇത്രയും സാധനം കിട്ടി. ഒരു ബൗള് കിട്ടി, പഫർ ഫിഷ് കിട്ടി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. പിന്നെ നൈറ്റായിരുന്നു, ഞാനൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ. കുറച്ച് ഫിഷ് കിട്ടി, പിന്നെ സാൽമണിനൊക്കെ കിട്ടി. നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു വീഡിയോയ്ക്ക് നമ്മൾ 6ാമത്തെ എപ്പിസോഡിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ഫിഷിംഗ് ഫാം ഉണ്ടാക്കാം. അതായത് നമ്മളിങ്ങനെ ഫിഷിംഗ് റോഡ് ഇട്ട് കൊടുത്ത് തന്നെ അത് തന്നെ ലൂട്ടൊക്കെ ചെയ്യുന്ന സംഭവം. വിട്ടെ കോഴീനെ ഇവൻ്റെ മേത്ത് ക്ലിക്ക് ആവുന്നില്ല. ഓക്കെ, ഇതാണ് എൻ്റെ ബ്രീഡറിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട് സംഭവം. ഒരുത്തനവിടെ എടാ, ഇവനെങ്ങനെയാണ് ഇതിനകത്ത് കയറിയേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇതെന്താ പറ്റിയതാണ്? ട്രാപ്പ് ഡോർ ഇങ്ങനെയാണ് വേണ്ടത്. കയറാം. ഇവനെങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒരു അടി കൊടുത്തവൻ പൊക്കോളും. അല്ല ഗേസ്, ഇതെങ്ങനെ ഇവൻ കയറി എന്തോ നിങ്ങൾക്കറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗേസ്. എന്തായാലും ബ്രീഡർ നന്നായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഇതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചാണ്, ബട്ട് കിട്ടിയില്ല. ടൈം ലാപ്സ് അടക്കം ഉണ്ടായിരുന്നു. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഇത് വലിയ ഭംഗിയൊന്നുമില്ല കാണാൻ. അപ്പോൾ നിങ്ങൾ അതിനകത്തുനിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിലിറങ്ങാം. അതാണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ. 2 വില്ലേജർമാരുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കലാണ്. അപ്പോൾ അത്യാവശ്യത്തിന് വില്ലേജേഴ്സൊക്കെ ആയി. ഞാൻ ഇതിനകത്തുനിന്ന് തന്നെയാണ് മുഴുവൻ വില്ലേജേഴ്സിനെ എൻ്റെ അയൺ ഫാമിലോട്ട് എടുത്തത്. അതായത്
20 വില്ലേജസിനെയാണ് ഞാൻ എടുത്തത്. സോ അതാണ് പെട്രോക്കിൽ കുറച്ച് പാടാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിരുന്നാലും ഞാനതങ്ങ് ഉണ്ടാക്കി. അപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് നേരെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.